നമ്മുടെ ഈ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി നമ്മൾ പല പ്രയത്നങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അത് 90% നിരുത്സാഹപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ട്. അത് പലപ്പോഴും നമ്മുടെ കുഞ്ഞു മനസ്സിനെ ഭയങ്കര വേദനിപ്പിക്കുന്ന ഇതാണ്. ആ വേദന എത്ര കാലം കഴിഞ്ഞാലും അവർ എത്ര മുതിർന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അങ്ങനെയൊക്കെ ചിലർക്ക് അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞിരിക്കുകയാണ്, ജനങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റ് ഇൻ്റർവ്യൂവിലൊക്കെ ആയിട്ട് പങ്കുവച്ചിരിക്കുകയാണ് മീര അനിൽ. മീര അനിലിനെ എല്ലാവരും അറിയുമല്ലോ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റ് ബിഹൈൻഡ് ഫുഡ് പോലത്തെ ചാനലുകളിലൊക്കെ ഇരുന്ന് ഇൻ്റർവ്യൂ ആർട്ടിസ്റ്റിനൊക്കെ അത്യാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആയിട്ടുള്ള മീര അനിലിനെ അറിയാത്തവരാരുടെ ഏഷ്യാനെറ്റിലും ഒക്കെ പ്രോഗ്രാംസും അവതാരികയൊക്കെ ആയിട്ടും നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഈ പാട്ട് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മുടെ ജഗന്നാഥ വർമ്മയുണ്ടല്ലോ, നമ്മുടെ സിനിമയിലെ ആക്ടർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുചെന്നാക്കി. അപ്പം ആദ്യം തന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആ പാട്ട് പാടിത്തീരുന്നതിന് മുമ്പ് തന്നെ ജഗന്നാഥ വർമ്മ പറഞ്ഞു, കൊച്ചിൻ്റെ സ്വരം ശരിയില്ല, അല്ലെങ്കിൽ പാട്ട് കൊള്ളില്ല എന്നൊക്കെ കൊച്ചിൻ്റെ മുമ്പിൽ തന്നെ ഈ മീരാനിലിൻ്റെ ചെറുപ്പത്തിൽ മീരാനിലിനോട് പറയും. പക്ഷേ ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഫീൽ ആവുകയും അതിനുശേഷം ഇന്നേവരെ അദ്ദേഹം പാടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അത് പാടാൻ വരുമ്പോഴൊക്കെ ഇത് ഓർമ്മയും വരും, അതൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അപ്പം തൻ്റെ അച്ഛനോട് മാറ്റി നിർത്തിയിട്ട് ഒന്ന് പറയാമായിരുന്നു, എൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ രീതിയിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ആളാണ്. അപ്പം എനിക്ക് പറയേണ്ട, കാരണം ഇത് മീരാനിന് മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവം അല്ല, ഇത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളൊരു കുഞ്ഞു കുട്ടീനെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ചിലപ്പോൾ പാട്ട് കൊള്ളില്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റ് കഴിവുകളില്ലായിരിക്കും, പക്ഷെ അവരൊന്ന് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഭാവിയിലേക്ക് വെച്ചപ്പോൾ ഒരുപക്ഷെ ഈ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് അവർ ഉയർന്നു വരേണ്ടതായിരിക്കും. പക്ഷേ അവരുടെ മാനസികമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മുറിവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നിങ്ങളത് പ്രോത്സാഹിപ്പിക്കുക. കാരണം അവർക്ക് കഴിവുണ്ടോ കഴിവില്ലയോ എന്നുള്ളതല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ സന്തോഷം നിലനിർത്തുക, അവരുടെ ഉള്ളിൽ ഒരു പേടി ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.